കാണിക്കാൻ വന്നിട്ടുള്ളത് ഈ ഒരു സംഭവമാണ്, ഈ ഒരു ഡ്രെയിനേജ് സിസ്റ്റം. ഇത് ഇവിടെ എന്തിനാണ് ബിൽഡിംഗ് കെട്ടുന്നതിന് മുന്നേ ഇവർ ഇങ്ങനെ സെറ്റാക്കി എന്ന് വെച്ചാൽ, ഈ ഒരു ചോപ്പ് മണ്ണ് കാണുന്നുണ്ടല്ലോ, ഇവിടെ ശരിക്കും ബ്ലാക്ക് സോയിൽ ആണ്. അപ്പൊ ഈ ഒരു സ്ഥലം നിൽക്കുന്നത് പാടത്താണ്, നെൽപ്പാടത്ത്. അപ്പൊ ഇവിടെ ചളി വെള്ളം, അതിന്റെ ഒരു വെള്ളത്തിന്റെ കണ്ടന്റ് ഒക്കെ കൂടുതലായിരിക്കുമല്ലോ. അപ്പോ ഈ ഒരു മണ്ണിട്ടതിന് ശേഷമാണ് ഇവിടെ ഫൗണ്ടേഷൻ വരുന്നത്. പക്ഷെ ഫൗണ്ടേഷൻ വരുന്നതിന് മുന്നേ ഇതുപോലെ ഈ ഒരു കോമ്പൗണ്ട് ഫുള്ളായി ചുറ്റിനും ഇവരെന്ത് ചെയ്യും, ഇതുപോലത്തെ ഒരു ഡ്രൈനേജ് സിസ്റ്റം ഉണ്ടാവും. ഈ ഡ്രൈനേജ് സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതുപോലെ കോൺക്രീറ്റിൽ ഒരു എന്താ പറയാ കനാൽ പോലെ ആക്കിയതിനു ശേഷം ഇതുപോലത്തെ ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെയൊക്കെ ഹോൾ ഇട്ട് കൊടുക്കുന്ന കാണുന്നുണ്ട്. ഈ ഹോൾ എന്തിനാണെന്ന് വെച്ചാൽ, ഇവിടെ വെള്ളം വന്നു കഴിഞ്ഞാൽ, അതായത് മഴക്കാലത്ത് വെള്ളം പൊന്തി കഴിഞ്ഞാൽ ഈ ഒരു ഡ്രൈനേജിലോട്ട് ഇതിലൂടെ വെള്ളം കയറി, ഈ വെള്ളം കയറി കഴിഞ്ഞാൽ ഫുള്ള് ഒരൊറ്റ ഔട്ടിലോട്ട്, അതായത് ഇവിടുന്ന് കുറച്ച് ദൂരം ഇതിങ്ങനെ നീണ്ടു പോയിട്ട് ഒരു ഇതിനായിട്ടൊരു ടാങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ പോയിട്ട് ഡംപ് ചെയ്യാനാണ്. കാരണം എന്താ വെച്ചാൽ ഈ ബിൽഡിംഗ് നിൽക്കുന്ന ബിൽഡിംഗിന്റെ സ്ട്രക്ചറും അതുപോലെ ബിൽഡിംഗിന്റെ ഈ ഒരു ലാൻഡ്സ്കേപ്പും ഒക്കെ സേഫ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സിസ്റ്റം ചെയ്യുന്നത്. ഇതുപോലെ സിസ്റ്റം നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മളെ കമന്റ് ബോക്സ് വന്നിട്ട് കമന്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ബിൽഡിംഗ്, അതായത് ഈ ഒരു ബിൽഡിംഗ് എന്നല്ല, ഇവിടെ ഈ കാണുന്ന ബിൽഡിംഗ്, അതുപോലെ ഇവിടെ ഒരുപാട് ബിൽഡിംഗ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ബിൽഡിംഗ് ഒക്കെ നിൽക്കുന്നത് ഇതുപോലെ പാടത്ത് മണ്ണിട്ടിട്ട് പൈലിംഗ് ചെയ്തിട്ടാണ്. അപ്പൊ പൈലിംഗ് ചെയ്യുമ്പോൾ നമ്മൾ കഴിഞ്ഞ വീട്ടിൽ കണ്ടു ഒരു തുരുമ്പ് വരുന്നത്, പില്ലറും കാര്യങ്ങളൊക്കെ, അതൊക്കെ വെള്ളത്തിന്റെ അംശം കൂടുതലുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലത്തെ ഡ്രൈനേജ് സിസ്റ്റം എന്തിനാ വെക്കുന്നത് വെച്ചാൽ, ഈ ഒരു മഴക്കാലത്ത് വെള്ളം വന്നിട്ട് ഈ ഒരു ലാൻഡ്സ്കേപ്പ് സിസ്റ്റം എന്താ പറയാ വൃത്തികേടാതിരിക്കുക, അതായത് വെള്ളപ്പൊക്കമൊക്കെ വന്നു കഴിഞ്ഞാൽ വെള്ളം ഫുള്ള് ഇതിലൂടെ അങ്ങ് ഒലിച്ചു പോയിക്കോളും. അപ്പൊ ഈ ഒരു സിസ്റ്റം നിങ്ങൾക്ക് കാണിച്ചിട്ട് വന്നാണ്. ഈ ഒരു സംഭവം നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ട് ഞങ്ങൾ കമന്റ് ബോക്സിൽ നിന്ന് കമന്റ് ചെയ്യുക. പിന്നെ നമ്മൾ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടാണ് ഫോളോ ചെയ്യുക. ഇതുപോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ നല്ല നല്ല കണ്ടന്റ് നിങ്ങൾക്ക് വേണ്ടി വന്നതാണ്. ഇൻസ്റ്റാഗ്രാമിലാണ് ഫോളോ ചെയ്യുക, നമ്മളെ യൂട്യൂബിലാണ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരെക്കും ബൈ.